ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 203 തുടങ്ങി 210 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നത്. അടുത്തൊരായത്തും അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. നോക്കാം നമുക്ക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واذكروا الله في أيام معدودات فمن تعجل في يومين فلا إثم عليه ومن تأخر فلا إثم عليه لمن اتقى واتقوا الله واعلموا أنكم إليه تحشرون. ഈ ആയത്തിൽ പറഞ്ഞത് എണ്ണപ്പെട്ട ചില ദിവസങ്ങൾ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക അല്ലെങ്കിൽ സ്മരിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ എണ്ണപ്പെട്ട ദിവസങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അയ്യാമു തശ്രീഖാണ്. ദുൽഹജ്ജ 11, 12, 13 ഈ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ കൂടുതലായും അള്ളാഹുവിനെ ഓർക്കണം. ഇതിനു മുമ്പും പറഞ്ഞു അറഫയിൽ വെച്ചിട്ട് അള്ളാഹുവിനെ ഓർക്കണം എന്ന് പറഞ്ഞു. തിരിച്ച് മുസ്ദലിഫയിൽ വന്നാലും നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെ ഓർക്കണേലും കൂടുതലായി അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹജ്ജിൻ്റെ എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ അള്ളാഹുവിനെ കൂടുതലായി സ്മരിക്കുക എന്നാണ്. ഓരോന്നും പ്രത്യേകം അള്ളാഹു എടുത്ത് പറയാണ്. അപ്പോൾ ഇവിടെയും പറഞ്ഞത് എണ്ണപ്പെട്ട ചില ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് വെച്ചാൽ അള്ളാഹുവിന് വേണ്ടിയുള്ള തക്ബീറുകൾ ചൊല്ലുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ അറവ് നടക്കുമ്പോഴും ആ 3 ദിവസങ്ങളിൽ തക്ബീർ നമുക്ക് ആ 3 ദിവസം അവസാനിക്കണ വരെ ചൊല്ലാം അല്ലേ. ഈ 3 ദിവസങ്ങളിൽ മിനയിൽ 3 പ്രത്യേക സ്ഥലങ്ങളിൽ 7 പ്രാവശ്യം കല്ലെറിയണം. അതാണ് ജംറയിൽ കല്ലെറിയുക അല്ലേ. അതാണ് അവിടെ ഹാജിമാർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ സമയത്തും തക്ബീറുകൾ ചൊല്ലുക, അള്ളാഹുവിനെ കൂടുതലായിട്ടും ഓർക്കുക. ഈ അയ്യാമു തശ്രീഖിനെ കുറിച്ച് പറഞ്ഞാൽ തിന്നുവാനും കുടിക്കുവാനും ദിക്റിനുമുള്ള ദിവസങ്ങളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 3 ദിവസങ്ങളിൽ നോമ്പ് എടുക്കാൻ പാടില്ല അല്ലേ. നോമ്പ് വിരോധിക്കപ്പെട്ട 3 ദിവസങ്ങളാണ്. ഈ ടൈമിലാണ് ഇവർ മുമ്പത്തെ കാലത്ത് ഇവർ ഈ അറവ് നടത്തിയ മാംസങ്ങളൊക്കെ ഉണക്കി സൂക്ഷിക്കണ ഒരു ദിവസങ്ങളാണെന്നാണ് പറയണത്. അപ്പോൾ ഈ ദിവസങ്ങൾ പിന്നെ ഈ കല്ലെറിയാൻ ഈ 3 ദിവസമാണ്, 11, 12, 13. ഇനി ആരെങ്കിലും കുറച്ച് തിരക്കുണ്ട്, വളരെ തിരക്കുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് 2 ദിവസങ്ങളിൽ ഈ കല്ലേറ് പൂർത്തിയാക്കി തിരിച്ചു പോകാം. ഇനി അല്ല തിരക്കൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഈ 3 ദിവസം കൊണ്ട് മിനയിൽ താമസിച്ച് കല്ലെറിഞ്ഞ് തിരിച്ചു പോകാം. ഇതാണ് അള്ളാഹു ഈ ആയത്തിൽ പറയണം. ഫമൻ തഅജ്ജല, ഇനി എന്നാൽ ആരെങ്കിലും ധൃതിപ്പെട്ടാൽ, ആരെങ്കിലും തിരക്കുണ്ടായാൽ, ഫി യൗമൈനി 2 ദിവസങ്ങളിൽ അവന് തീർക്കാം. ഫലാ ഇസ്മ അലൈഹി, എന്നാൽ അവൻ്റെ മേൽ കുറ്റമില്ല. 2 ദിവസം കൊണ്ട് കല്ലേറ് പൂർത്തിയാക്കി ആൾക്ക് മടങ്ങാം. അപ്പോൾ ഹജ്ജ് പറഞ്ഞ 5 ദിവസം കൊണ്ട് തീർക്കാം. 6 ദിവസം, നമ്മൾ 8 തുടങ്ങി 13 വരെയുള്ള ദിവസങ്ങളാണ് ഹജ്ജിൻ്റെ ദിവസങ്ങൾ എണ്ണിയത് അല്ലേ. അപ്പോൾ ഒരാൾക്ക് തിരക്കുള്ള ഒരാളാണെങ്കിൽ ഈ 2 ദിവസം കൊണ്ട് തീർത്ത് 12-ാം തീയതി കല്ലേറ് തീർത്ത് അയാൾക്ക് മടങ്ങാം. ഇനി ഫമൻ തഅഖറ, ഇനി ആരെങ്കിലും പിന്തിച്ചാൽ ഫലാ ഇസ്മ അലൈഹി, എന്നാൽ അവൻ്റെ മേലും കുറ്റമില്ല. ഇനി 13 വരെ മിനയിൽ താമസിച്ച് കല്ലെറിഞ്ഞ് തിരിച്ചു പോയാലും അവൻ്റെ മേൽ കുറ്റമില്ല. അത് നമുക്ക് അള്ളാഹു ഒരു ചോയ്സ് തന്നിരിക്കുകയാണ്. നമ്മുടെ അവസ്ഥകളനുസരിച്ച് നമുക്ക് ചെയ്യാം. ലിമനിത്തഖ, എന്ത് വേണം? നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വത്തഖുല്ലാ, പിന്നെ അള്ളാഹു പറയണം അള്ളാഹുവിനെ സൂക്ഷിക്കുക. വഅലമു, നിങ്ങൾ അറിയുകയും ചെയ്യുക. അന്നക്കും ഇലൈഹി തുഹ്ശറൂൻ, നിങ്ങൾ അള്ളാഹുവിങ്കലേക്കാണ് മടക്കപ്പെടേണ്ടവരാണ് അല്ലെങ്കിൽ മടക്കപ്പെടുന്നവരാണെന്ന് നിങ്ങൾ അറിയുകയും ചെയ്യുക. അത്രയേ ഉള്ളൂ ഈ ആയത്ത്. അപ്പോൾ എന്താണ്? അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങളിൽ മിനയിൽ താമസിച്ച് നമ്മൾ ജംറയിൽ കല്ലെറിയാണ് ഈ 3 ദിവസം. ആ സമയത്ത് നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക. ഇനി ഒരാൾക്ക് തിരക്കുള്ള ഒരാളാണെങ്കിൽ 2 ദിവസം കൊണ്ട് കല്ലേറ് പൂർത്തിയാക്കി മടങ്ങാം, അതിൽ തെറ്റൊന്നുമില്ല. ഇനി അല്ല തിരക്കൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ 3 ദിവസം 11, 12, 13 കല്ലേറ് നടത്തി അത് പൂർത്തിയാക്കിയിട്ട് തിരിച്ചു പോകാം. അതിനും തെറ്റില്ല എന്ന് അള്ളാഹു പറയാണ്. പക്ഷെ നിങ്ങൾ എന്താണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം? അള്ളാഹുവിനെയാണ് കൂടുതലായിട്ടും ഓർക്കേണ്ടത്. നിങ്ങൾ തിരിച്ച് അള്ളാഹുവിലേക്ക് മടക്കപ്പെടേണ്ടവരാണ് എന്ന് ഓർത്തുകൊള്ളുക എന്നാണ് ഈ ഒരു ആയത്തിൽ പറയണത്. ഇനി പറയാൻ പോണത് വേറെ ഹജ്ജിൻ്റെ വിഷയമല്ല. ഇനി പറയണത് ഒരു 2 കാറ്റഗറി ആളുകളെ കുറിച്ച് അള്ളാഹു നമുക്ക് പറഞ്ഞു തരാണ്. ഒരാൾ ഈ ലോകത്തെ
മൊത്തത്തിൽ അയാളുടെ വർത്തമാനമൊക്കെ കേട്ടാൽ നമുക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നും അവരോട്. അവരുടെ വാക്കുകൾ ഇങ്ങനെ ഭയങ്കര ഷുഗർ കോട്ടഡ് വേർഡ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെക്കുറിച്ചും അയാളുടെ കൽബിൽ ഇതൊന്നും ഉണ്ടാവില്ല, ഈ പറയണ ഒന്നും ഉണ്ടാവാത്ത ഒരാളെക്കുറിച്ചും പിന്നെ നല്ലൊരാളെക്കുറിച്ചുമാണ് അടുത്ത 2 ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞു തരണത്. അടുത്ത ആയത്ത് നോക്കാം. وَمِنَ النَّاسِ مَن يُعْجِبُكَ قَوْلُهُ فِي الْحَيَاةِ الدُّنْيَا وَيُشْهِدُ اللَّهَ عَلَى مَا فِي قَلْبِهِ وَهُوَ أَلَدُّ الْخِصَامِ. വമിനന്നാസി മനുഷ്യരിലുണ്ട് ചില ആളുകൾ, മൻ യുഅജിബുക അവര് എങ്ങനെയാണ് നിങ്ങളെ അത്ഭുതപ്പെടുത്തും, ഖൗലുഹു അവന്റെ വാക്കുകൊണ്ട്. അവരുടെ സംസാരം കേട്ടാൽ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. ഫിൽ ഹയാത്തി ദുന്യ ഈ ലോക ജീവിതത്തില്, വയുഷ്ഹിദുല്ല അവർ അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തും, അലാ മാ ഫി ഖൽബി അവന്റെ ഹൃദയത്തിലുള്ളതിനെ പറ്റി, വഹുവ അലദ്ദുൽ ഖിസാം അവനാകട്ടെ തർക്കം നടത്തുന്നതിൽ കൂടുതൽ കാഠിന്യമുള്ളവനാകുന്നു എന്ന്. അതായത് ചില ആളുകളുടെ സംസാരം കേട്ടാൽ നമുക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നും അവരോട്. അവർ ഈ ഇഹലോക ജീവിതത്തിന്റെ കാര്യത്തിൽ അവരുടെ മനസ്സിലുള്ള എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ചില ആൾക്കാരെ കണ്ടിട്ടില്ല, എപ്പോൾ എന്ത് പറഞ്ഞാലും അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യും, വല്ലാഹി വല്ലാഹി എന്നാണ് കൂടുതലും പറയുക അവരുടെ സംസാരത്തിൽ. അങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം എന്നാണ് ഈ പറയണത് കേട്ടോ. അവർക്ക് ഈ സംസാരിക്കുമ്പോൾ മാത്രമേ നന്മ പറച്ചിലുള്ളൂ. അതൊരു കർമ്മരംഗത്തേക്ക് വന്നാൽ അതൊരു പ്രവൃത്തിയിലോട്ട് വന്നാൽ എന്താണ്, അവർ നാശമുണ്ടാക്കാനും കുഴപ്പമുണ്ടാക്കുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കണേന്ന്. അപ്പം അങ്ങനത്തെ ആളുകളെ നിങ്ങൾ സൂക്ഷിക്കുക. പിന്നെ അവരോട് പറയാണ്, ഇതാ തവല്ല അവർ തിരിഞ്ഞു പോയാൽ, അവൻ പരിശ്രമിക്കും ഫിൽ അർളി ഭൂമിയിൽ, ലിയുഫ്സിദ ഫീഹ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ അല്ലെങ്കിൽ നാശം ഉണ്ടാക്കാനാണ് അവൻ ശ്രമിക്കുക. വയുഹ്ലിക്കൽ ഹർസ അവന് കൃഷിയെ നശിപ്പിക്കുവാനും, വന്നസ്ല് സന്തതികളെയും, അതായത് മനുഷ്യർക്ക് ദോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനത്തെ ആളുകൾ ചെയ്യാന്ന്. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ് അള്ളാഹു കുഴപ്പം ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ ഇതാ തവല്ല എന്നർത്ഥത്തിൽ, തവല്ലാക്ക് തിരിഞ്ഞു പോയാൽ എന്നൊരർത്ഥമുണ്ട്, അതാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കാറ്. പിന്നെ അധികാരത്തിൽ വന്നാൽ എന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ ഇപ്പം ഇലക്ഷൻ്റെ ടൈമിൽ നമുക്കറിയാം അല്ലേ, ആളുകൾ ഭയങ്കര വാഗ്ദാനങ്ങളൊക്കെ ആയിരിക്കും നേതാക്കന്മാർ നൽകുക. ഇതൊക്കെ ചെയ്ത് വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരുന്ന് പോകും ചിലവരുടെ. അങ്ങനത്തെ വർത്താനങ്ങളിൽ നമ്മൾ അട്രാക്റ്റഡ് ആയി. പക്ഷെ അവർക്ക് ഇനിയിപ്പോൾ അധികാരം കിട്ടിയത് ചെയ്യേണ്ട, ഇത് നടപ്പാക്കേണ്ട ഒരു സ്ഥിതി വന്നാലോ അവർ ഈ പറഞ്ഞതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അങ്ങനത്തെ ആളുകളെ കുറിച്ചിട്ടാണ് ഈ പറയണത്. രാഷ്ട്രീയക്കാർ മാത്രമല്ല, പുരോഹിതന്മാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബാക്കി സാധാരണ ആൾക്കാരുണ്ടായിരിക്കും. പറയുമ്പോൾ സംസാരത്തിൽ ഭയങ്കര ഡയലോഗൊക്കെ അടിക്കും, പക്ഷെ അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ പറ്റാത്ത ആളുകൾ. അപ്പോൾ ഇതാ തവല്ലാക്ക് 2 അർത്ഥമുണ്ട്. തിരിഞ്ഞു കളഞ്ഞാൽ, ഈ സംസാരമൊക്കെ കഴിഞ്ഞ് ഇവർ തിരിഞ്ഞു പോയാൽ എന്നൊരർത്ഥമുണ്ട്. ഇനി ഇവർ അധികാരത്തിലേറിയാൽ ഇവർ ഇതൊന്നും പ്രവർത്തിക്കില്ല. അവരെന്താ ചെയ്യുക, ഭൂമിയിൽ നാശം ഉണ്ടാക്കാനും ഭൂമിയിൽ കൃഷികളെ നശിപ്പിക്കുവാനാണ് ഇവർ നോക്കുക. അതായത് മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും ഇവർ ചെയ്യാൻ. അത്രയേ ഉള്ളൂ. ഇനി അവരോട് പറയുകയാണ് ആരെങ്കിലും, നിങ്ങൾ എന്താണ് ഈ ചെയ്യണത്, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണില്ലേ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അവനപ്പം അങ്ങോട്ട് അഹങ്കാരം കയറും. അവൻ്റെ പ്രതാപം കൊണ്ട് അവന് ദേഷ്യം വരും. അത് അങ്ങോട്ട് കേൾക്കാനുള്ളൊരു മനസ്ഥിതിയേ ഉണ്ടാവില്ല. അങ്ങനത്തെ ചില ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, നമ്മൾ നിങ്ങൾ ഈ പ്രവർത്തിക്കണത് അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് പുച്ഛാണ്. അള്ളാഹുവിനെ കുറിച്ചോ ദീനിലെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും അനുഭവങ്ങളുണ്ടാവും, പല പല അനുഭവങ്ങളുണ്ടാവും. അപ്പം അള്ളാഹു ഇത് എത്രയോ കാലം മുമ്പ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും എന്ന്. അപ്പം അടുത്ത ആയത്ത് നോക്കാം. ഇദാ ഖീല ലഹു അവനോട് പറയപ്പെട്ടാൽ, തഖില്ല നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുവിനെന്ന് പറയപ്പെട്ടാൽ, അഖദത്ഹുൽ ഇസ്സത്ത് എന്ന് വെച്ചാൽ പ്രതാപം, അവൻ്റെ ഒരു അഹങ്കാരം അവനെ പിടികൂടും. ബിൽ ഇസ്മ എന്ന് വെച്ചാൽ പാപം. ഹസ്ബുഹു എന്നാൽ അവന് മതിയാകുന്നതാണ് ജഹന്നം. അപ്പൊ അള്ളാഹു പറയാണ്, അങ്ങനത്തെ ആൾക്കാർക്ക് എന്തുണ്ട്, നരകം ഒരുക്കി വെച്ചിട്ടുണ്ട് അള്ളാഹു, അവനത് തന്നെ മതിയായിരിക്കും. വലബിഅ്സൽ മിഹാദ് അത് എത്രയോ മോശമായ, മിഹാദ് എന്ന് വെച്ചാൽ തൊട്ടിൽ എന്നാണ് അല്ലേ. ഒരു തൊട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും സേഫായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് തൊട്ടിൽ അല്ലേ, ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം. അള്ളാഹു പറയാണ് അത് ഏറ്റവും മോശമായ ഒരു തൊട്ടിലാണെന്ന് ഈ ആളുകൾക്ക് ചെല്ലാനുള്ള. അപ്പോൾ ഈ നരകത്തിനെ കുറിച്ച് അള്ളാഹു ഒരുപാട് സ്ഥലത്ത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിൻ്റെ ഭയാനകതയൊക്കെ. പിന്നെയും അള്ളാഹു ഇവിടെയും പറഞ്ഞു തരാണ് അങ്ങനത്തെ ആൾക്കാർക്ക് ഒരുക്കി അത് വെച്ചിട്ടുണ്ട് എന്ന്. പിന്നെ അടുത്തത് ഇനി നല്ലൊരാളെ കുറിച്ച് പറയാണ്. വമിനന്നാസ് മനുഷ്യരിലുണ്ട് മയ്യശ്രീ വിൽക്കുന്നവർ, നഫ്സഹു ബിത്തിഗാ അവരെന്താണ്
മർലാത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തം ദേഹത്തെ വിൽക്കുന്നവർ, അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവർ, ആ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുവാനോ അല്ലെങ്കിൽ അതനുസരിച്ച് ജീവിക്കുവാനോ എന്ത് ത്യാഗം സഹിക്കുന്നവനുമായ ഒരാൾ. അവരെ കുറിച്ച് അധികം ഒന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല. ആകെ ഒരൊറ്റ വേർഡേ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹു റഊഫുൽ ഇബാദ്, റഊഫാണ് അള്ളാഹു. അള്ളാഹു ഏറ്റവും കൃപയുള്ളവനാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ കൃപ നൽകുന്നു. അത്രയും മതിയല്ലോ. അള്ളാഹുവിൻ്റെ കൃപ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് വേറെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അള്ളാഹു പറയാണ് അങ്ങനെയുള്ള ആളുകളും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് അള്ളാഹു ഏറ്റവും കൃപയുള്ളവനാണ് അടിമകളോട് എന്ന് പറഞ്ഞുതരാണ്. ഇതിന് ഉദാഹരണമായിട്ട് സുഹൈബ് ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞുതരാണ് നമുക്ക്. അദ്ദേഹം ഇറാഖുകാരനായിരുന്നു. ചെറുപ്പകാലത്ത് ഒരു യുദ്ധത്തിൽ റോമക്കാർ അദ്ദേഹത്തെ പിടിച്ച് അടിമയാക്കി. എന്നിട്ട് കാലക്രമത്തിൽ മക്കയിൽ വന്ന് താമസിച്ചു, കച്ചവടമൊക്കെ ചെയ്തു, ഒരുപാട് പൈസയൊക്കെ സമ്പാദിച്ചു. അപ്പോൾ ഇസ്ലാമിൽ ആദ്യമായി വിശ്വസിച്ച ആളുകളിൽ പെട്ട ഒരാളായിരുന്നു ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തിന് കുടുംബക്കാരും ഇല്ലല്ലോ, നാട്ടിൽ ഉറ്റവരൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് മർദ്ദനങ്ങൾ ഖുറൈശികളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇനി സുഹൈബ് റളിയല്ലാഹു അൻഹു ഹിജറ പോകാനായിട്ട് ഒരുങ്ങിയ അവസരത്തിൽ ഈ ഖുറൈശികൾ വന്നിട്ട് തടഞ്ഞു. നീ ഒരു ദരിദ്രനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്, ഇവിടെ വന്നിട്ടാണ് നീ ഈ സ്വത്തുക്കൾ മുഴുവൻ സമ്പാദിച്ചുണ്ടാക്കിയത്, അപ്പോൾ ഇതും കൊണ്ട് പോകാൻ നിന്നെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സുഹൈബ് ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, നിങ്ങൾക്ക് എൻ്റെ സ്വത്തുക്കളല്ലേ ആവശ്യം, ഞാൻ ഇതെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിനക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ, എല്ലാ സ്വത്തുക്കളും അവിടെ ഉപേക്ഷിച്ച് ദീനിന് വേണ്ടി എല്ലാം ത്യജിച്ച് അദ്ദേഹം ഹിജ്റ പോയതാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിച്ചതെന്ന് ഒരു അഭിപ്രായമുണ്ട്. ഇദ്ദേഹം അമ്പെയ്ത്തിൽ ഭയങ്കര വിദഗ്ധനായ ഒരാളായിരുന്നു. വേണമെങ്കിൽ ഖുറൈശികളായിട്ട് യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ ഖുറൈശികളെ എതിർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളായിട്ട് വേണമെങ്കിൽ പോകാമായിരുന്നു. പക്ഷെ അതിനൊന്നും നിന്നില്ല. ഇവർ പറഞ്ഞപ്പോൾ എല്ലാ സ്വത്തുക്കളും അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം പോയി. ഈ വിവരം അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സുഹൈബ് ലാഭം നേടിയിരിക്കുന്നു, സുഹൈബിൻ്റെ കച്ചവടം വളരെ ലാഭത്തിലായിരിക്കുന്നു എന്ന്. അപ്പോൾ അതാണ് അങ്ങനെയുള്ള ആളുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇനി അടുത്തൊരായത്തിൽ അള്ളാഹു ജനങ്ങളെ മുഴുവൻ വിളിച്ചുകൊണ്ട് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു ദഖുലൂ ഫിസ്സിൽമി കാഫതൻ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. വിശ്വസിച്ചവരെ, നിങ്ങൾ സമാധാനത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിൽ പൂർണ്ണമായും പ്രവേശിച്ചു കൊള്ളുക. നിങ്ങൾ ഒരിക്കലും പിശാചിൻ്റെ കാലടികളെ പിൻപറ്റരുത്, അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാകുന്നു. ഇത് നമുക്ക് എത്ര തവണ അള്ളാഹു പറഞ്ഞല്ലേ. നമ്മൾ ആകെ വളരെ കുറച്ച് പേജുകളായിട്ടുള്ള ഖുർആൻ നോക്കാൻ തുടങ്ങിയിട്ടല്ലേ. അതിൻ്റെ ഇടയിൽ തന്നെ അള്ളാഹു എത്ര പ്രാവശ്യം പറഞ്ഞു, പിശാച് നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ്, അവൻ നിങ്ങളുടെ എങ്ങനെയെങ്കിലും പിടിച്ച് നരകത്തിലിടാൻ വേണ്ടി എല്ലാവിധ കുതന്ത്രങ്ങൾ ഒരുക്കി നമ്മുടെ വഴിയിൽ കാത്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അള്ളാഹു പറയാണ്, നിങ്ങൾ ഇസ്ലാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും പ്രവേശിക്കുക. ഇത് പറയാനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, വേദക്കാരിൽപ്പെട്ട ചില ആളുകൾ ഇസ്ലാമിൽ പ്രവേശിച്ച ശേഷം അവരുടെ പഴയ ചില ആചാരങ്ങളൊക്കെ അവർക്ക് മുഴുവനായിട്ട് അങ്ങോട്ട് അതിൽ നിന്ന് വിട്ടുപോരാൻ പറ്റണില്ല. അവർ അതിനെയൊക്കെ പിന്നെയും പഴയ ആചാരങ്ങളിലോട്ട് കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ ഇസ്ലാമിൽ പ്രവേശിച്ചാൽ പൂർണ്ണമായും പ്രവേശിക്കുക എന്ന്. ഇത് വേദക്കാരെ മാത്രമല്ല, നമ്മളെല്ലാവരും വരുമല്ലേ ഇത്. അതുകൊണ്ടാണ് അള്ളാഹു യാ യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറയണത്. എന്താണ്, നമുക്കും പറ്റും അല്ലേ. പല സന്ദർഭങ്ങളും ചിലവർക്ക് അനുഷ്ഠാന കാര്യങ്ങൾ ചെയ്യാൻ വലിയ മടിയൊന്നും ഉണ്ടാവില്ല. ഇപ്പം നമസ്കാരമോ നോമ്പോ ഒന്നും ചെയ്യാൻ വലിയ മടി ഉണ്ടാവില്ല. പക്ഷെ സക്കാത്തിൻ്റെ വിഷയം വരുമ്പോഴോ അല്ലെങ്കിൽ അനന്തരാവകാശ സ്വത്തിൻ്റെ വിഷയം വരുമ്പോഴൊക്കെ അവിടെ പ്രശ്നമാണ് ചില ആളുകൾക്ക്. ചിലവർക്ക് നേരെ തിരിച്ചായിരിക്കും, പൈസ ചിലവാക്കാനൊന്നും വലിയ മടി ഉണ്ടാവില്ല. പക്ഷേ അനുഷ്ഠാന കാര്യങ്ങൾ, നമസ്കരിക്കാൻ, കാലത്ത് എണീക്കാൻ, നോമ്പെടുക്കാനും ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളുകളായിരിക്കും. ഈ രണ്ട് കൂട്ടരോട് അള്ളാഹു പറയാണ്, നിങ്ങൾ ഇസ്ലാമിൽ പ്രവേശിച്ചാൽ പൂർണ്ണമായും നിങ്ങൾ അള്ളാഹുവിൻ്റെ എല്ലാ വിധിവിലക്കുകളും എല്ലാ രംഗങ്ങളിലും അനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാവണം. പിശാചിനെ എങ്ങനെയെങ്കിലും നമ്മളെ തെറ്റിച്ചാൽ മതി അല്ലേ. നമ്മൾ എല്ലാത്തിലും ചിലപ്പോൾ തെറ്റിക്കൂല. ബാക്കിയെല്ലാം പെർഫെക്റ്റായി കൊണ്ടുപോകണ ഒരാളെ ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ പിശാചിൻ്റെ പിടിയിൽ പെട്ടുപോകും. നമ്മൾ അങ്ങനെ നോക്കിയിരിക്കുകയാണ് വഴിയിൽ, നമ്മളെങ്ങനെ പിടിച്ച് നരകത്തിലോട്ട് ഇടാമെന്ന്. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായും പ്രവേശിക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും തെറ്റിപ്പോയാലും നമ്മളുടെ സ്വർഗം നഷ്ടപ്പെടും, നമുക്ക് തന്നെയാണ് നഷ്ടം. അതുകൊണ്ട് അള്ളാഹു പിന്നെയും നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തൊരായത്തിൽ പറയണത്, ഫഇൻ സലൽത്തും, ഇനി നിങ്ങൾ വഴുതിപ്പോയാൽ, മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിനാത്ത്, നിങ്ങൾക്ക് തെളിവുകൾ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വന്നതിനു ശേഷം നിങ്ങൾ അതിൽ നിന്ന് തെറ്റിപ്പോയാൽ, ഫഅലമു, എന്നാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, അന്നല്ലാഹ അസീസുൻ ഹക്കീം, നിശ്ചയമായും അള്ളാഹു പ്രതാപശാലിയും അഗാധജ്ഞനുമാണ്.
നിങ്ങളിപ്പോൾ ഇതിൽ നിന്ന് തെറ്റിപ്പോയാൽ അള്ളാഹ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അള്ളാഹുവിൻ്റെ പ്രതാപത്തിന് എന്തെങ്കിലും കുറവ് വരുമോ? ഒന്നുമില്ല. എന്തിനാണ് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തരുന്നത്? നമുക്ക് വേണ്ടി തന്നെയാണ് അല്ലേ? അപ്പം ഇനി ആരെങ്കിലും ഈ ആയത്തുകളെല്ലാം നിങ്ങൾക്ക് എത്തിയതിനു ശേഷം തെറ്റിപ്പോയാൽ അള്ളാഹ്ക്ക് ഒരു കുഴപ്പമില്ല. അള്ളാഹുവിൻ്റെ പ്രതാപത്തിനോ സ്ഥാനത്തിനോ ഒന്നും ഒരു കുറവും വരില്ല. നിശ്ചയമായും അള്ളാഹു ഏറെ പ്രതാപശാലിയും അഗാധജ്ഞനുമാണ് എന്ന് പറഞ്ഞു തരാണ്. അടുത്ത ആയത്തിൽ هل ينظرون إلا أن يأتيهم الله في ظلل من الغمام والملائكة وقضي الأمر وإلى الله ترجع الأمور. ഹൽ യൻദുറൂന, നിങ്ങൾ നോക്കിയിരിക്കുകയാണോ? എന്താണ്? ഇല്ല അൻ യഅതിയഹുമുല്ലാഹു ഫീ ളുലലിൻ മിനൽ ഗമാം, മേഘത്തണലുകളിൽ അള്ളാഹു വരുന്നത്, അള്ളാഹും വൽ മലായികത്തു, മലക്കുകളും വരുന്നത് നിങ്ങൾ നോക്കിയിരിക്കുകയാണോ? എന്നിട്ട് വഖുദിയൽ അംർ, കാര്യം വിധി കൽപ്പിക്കുകയും ചെയ്യുന്നു. ആ ഒരു ദിവസത്തെയാണോ നിങ്ങൾ നോക്കിയിരിക്കുന്നത്? വഇലല്ലാഹി തുർജഉൽ ഉമൂർ, കാര്യങ്ങളുടെ എല്ലാം മടക്കം അള്ളാഹുവിങ്കിലേക്കാണ്. ഇവിടെ മേഘത്തണൽ എന്ന് പറയുന്നത് വിചാരണ സമയത്തിനെ കുറിച്ചിട്ടാണ്. ആ വിചാരണയ്ക്ക് അള്ളാഹുവും മലക്കുകളൊക്കെ ഹാജരാവണ ഒരു സമയത്തിനെ കുറിച്ചിട്ടാണ്. ഇതിൽ ഇബ്നു ജരീർ റഹ്മഹുല്ല ഉദ്ധരിച്ച ഒരു ഹദീസ് ഉണ്ട്. അതിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ, ആകാശം പൊട്ടിപ്പിളർന്നുകൊണ്ട് അതിലെ മലക്കുകളെല്ലാം ഇറങ്ങി വരും. അങ്ങനെ മേഘത്തണലുകളായി അള്ളാഹുവും മലക്കുകളും വരും. മലക്കുകൾ പലവിധം തസ്ബീഹുകൾ നടത്തിക്കൊണ്ടിരിക്കും. അപ്പം അള്ളാഹു പറയും, ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ, നിങ്ങളെ സൃഷ്ടിച്ചത് മുതൽ ഇതുവരെ ഞാൻ നിങ്ങളോട് സംസാരിക്കാതിരുന്നുവെങ്കിലും നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതുമൊക്കെ ഞാൻ കേട്ടും കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഏടുകൾ ഇതാന്നും പറഞ്ഞിട്ട് നമ്മളുടെ കർമ്മരേഖ നമുക്ക് തരും. അതിൽ നന്മ കണ്ടെത്തുന്നവർ അള്ളാഹുവിനെ സ്തുതിച്ചു കൊള്ളട്ടെ, മറ്റു വല്ലതും കാണുന്നവർ അവരെ തന്നെയല്ലാതെ വേറെ ആരെയും കുറ്റപ്പെടുത്താതെണ്ട, അവരെ തന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്തോട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം വിചാരണ ദിവസം, വിചാരണ സമയത്തെ കുറിച്ചിട്ടാണ്. അള്ളാഹുവിൻ്റെ ഇത്രയും തെളിവുകളും ആയത്തുകളൊക്കെ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ ആളുകളെ കുറിച്ച് പറയാണ്. അവർക്കിനി അള്ളാഹുവിൻ്റെ പ്രതാപത്തിൽ ഒരു കുറവും വരൂല. നിങ്ങൾ ഇനി എന്താണ് ആ ദിവസം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണോ എന്നാണ് അള്ളാഹു ചോദിക്കണത്. ഹൽ യൻദുറൂന, നിങ്ങൾ അതാണോ നോക്കിക്കൊണ്ടിരിക്കണത്? അന്ന് കാര്യങ്ങളെല്ലാം അള്ളാഹു തീരുമാനിക്കും. പിന്നെ മേഘത്തണലിൻ്റെ ദിവസം എന്ന് പറയണത് എന്ന് വെച്ചാൽ ശിക്ഷ, അള്ളാഹുവിൽ നിന്ന് ശിക്ഷ വരുന്നതിനെ കുറിച്ചിട്ടാണ്. ഇനി എന്തെങ്കിലും ഒരു ശിക്ഷ വരാനാണോ നിങ്ങൾ വെയിറ്റ് ചെയ്യണേന്നാണ്. അപ്പോൾ മുമ്പുള്ള സമുദായങ്ങളിലൊക്കെ ശിക്ഷ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് അവർ ആദ്യം കണ്ടത് മേഘരൂപത്തിലുള്ള ഒരു വസ്തുവാണ്. അപ്പോൾ അവരെന്താ, മഴ പെയ്യുമെന്ന് പ്രതീക്ഷിച്ച് വളരെ സന്തോഷമായിരിക്കുന്ന ഒരു സമയത്താണ് അള്ളാഹുവിൽ നിന്നും ഒരു വമ്പിച്ച ശിക്ഷ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ മേഘത്തണലിന് ഉദ്ദേശിക്കുന്നത് അതുമാണ്. ഒന്നില്ലെങ്കിൽ വിചാരണ ദിവസം, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നും വല്ലൊരു ശിക്ഷ വരാൻ വേണ്ടിയാണോ ഇവർ വെയിറ്റ് ചെയ്യണത്? എന്നിട്ടേ നിങ്ങൾ ഇനി ഇതിൽ പ്രവേശിക്കുകയുള്ളൂ പൂർണ്ണമായിട്ടും എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഹജ്ജിൻ്റെ ലാസ്റ്റത്തെ കർമ്മമായ കല്ലേറ് നടത്തുന്ന ദിവസങ്ങൾ 3 ദിവസങ്ങൾ, ദുൽഹിജ്ജ 11, 12, 13 ഈ ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക. തിരക്കുള്ളവരാണെങ്കിൽ 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കി മടങ്ങിപ്പോവാം. ഇനി അല്ലാത്തവരാണെങ്കിൽ 3 ദിവസം നിന്ന് കംപ്ലീറ്റ് ആക്കി പോവാം. ഏതായാലും നിങ്ങൾക്ക് തെറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ 2 ടൈപ്പ് ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞുതരാണ്. നല്ല ആളുകളെ കുറിച്ചും വെറുതെ വാക്കുകൾ മാത്രം നന്നാക്കി പ്രവൃത്തിയിൽ വരാത്ത ആളുകളെ കുറിച്ചും പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായും പ്രവേശിക്കുക. നിങ്ങൾ ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കരുത്, ചില കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞു. ഇനി എന്താണ്, ഇതൊക്കെ വന്നിട്ട് നിങ്ങൾ തെറ്റിപ്പോവുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ഈ നോക്കിക്കൊണ്ടിരിക്കണത്? അള്ളാഹുവിൻ്റെ ശിക്ഷ വരാനോ അല്ലെങ്കിൽ വിചാരണ ദിവസമാണോ നിങ്ങൾ നോക്കി കാത്തിരിക്കണത് എന്നാണ് അള്ളാഹു ചോദിക്കണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. അപ്പോൾ നമുക്ക് നിർത്താം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ഓഡിയോയിൽ നോക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.